മഞ്ഞപ്പുറ മാസ് മോട്ടോഴ്സ് ആയിരുന്നു നമ്മുടെ ഹോണ്ട യൂണിക്കോൺ വണ്ടി. നമ്മളത് വർക്കിന് കയറ്റിയില്ല കേട്ടോ. സ്റ്റാർട്ടിങ് കംപ്ലൈൻ്റ് ആയിട്ടാണ് വന്നിരുന്നത്. സ്റ്റാർട്ടിങ് കംപ്ലൈൻറ്റ് ഓടിക്കാൻ പറ്റാതാണ് വന്നിരുന്നത്. നമ്മളത് ചെക്ക് ചെയ്യാൻ വേണ്ടി കയറ്റിയിരുന്നു. അപ്പോൾ ഈ സ്റ്റാർട്ടിങ് കംപ്ലൈൻറ്റ് മെയിനായിട്ട് കാണിക്കുന്നത് ഈ കാർബറേറ്ററിൻ്റെ കംപ്ലൈൻ്റ് ആയിരുന്നു. അപ്പോൾ അതൊന്ന് ചെക്ക് ചെയ്യാൻ വേണ്ടി നമ്മൾ കാർബറേറ്റർ അയച്ചിരുന്നു. അപ്പോൾ വണ്ടി ഉപയോഗിക്കാത്ത വണ്ടി കൊണ്ട് കാർബറേറ്റർ പെട്രോളിൻ്റെ അംശം ഇരുന്നിട്ട് ഫുള്ളായിട്ട് മെൽറ്റായി പോയിട്ട് കണ്ടോ നല്ല രീതിയിൽ ക്ലാവ് പിടിച്ചിരിക്കുകയാണ്. അതുകൊണ്ടാണ് ആ സ്റ്റാർട്ടിങ് കംപ്ലൈൻറ്റ് കാണിച്ചത്. ഫുള്ളായിട്ടും ക്ലാവ് പിടിച്ചിട്ട് ഫുള്ളായിട്ട് ബ്ലോക്കായിട്ടിരിക്കുകയാണ്. അപ്പോൾ നമുക്കിത് തൽക്കാലം ഒന്ന് ക്ലീൻ ചെയ്ത് നോക്കാം. ക്ലീൻ ചെയ്തിട്ട് അതിൻ്റെ ഈ സ്ലോജറ്റും ഫുള്ളായിട്ട് ക്ലീനറൊക്കെ ഒന്ന് വെച്ചിട്ട് നമുക്കൊന്ന് ക്ലീൻ ചെയ്ത് നോക്കാം. എന്നിട്ടത് ഇത് സ്റ്റാർട്ടിങ് കംപ്ലൈൻറ്റോ അല്ലെങ്കിൽ മിസ്സിങ്ങോ എന്തെങ്കിലും കാണിച്ചു കഴിഞ്ഞാൽ നമുക്ക് ആ കാർബറേറ്റർ യൂണിറ്റ് മാറ്റേണ്ടി വരും. ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. നമുക്ക് ക്ലീൻ ചെയ്തിട്ടൊന്ന് ട്രൈ ചെയ്ത് നോക്കാം അത് സ്റ്റാർട്ടാകുമോ എന്നുള്ളത്. സ്റ്റാർട്ടായി കഴിഞ്ഞാലും ചിലപ്പോൾ നമുക്കത് മിസ്സിങ് കാണിക്കാനും സാധ്യതയുണ്ട്, അല്ലെങ്കിൽ ഓവർഫ്ലോ കാണിക്കാനും സാധ്യതയുണ്ട്. അപ്പോൾ അങ്ങനെ എങ്ങാനും കാണിക്കുകയാണെങ്കിൽ നമുക്കത് കാർബറേറ്റർ യൂണിറ്റ് ഫുള്ളായിട്ട് മാറ്റേണ്ടി വരും. തൽക്കാലം ഒന്ന് ക്ലീൻ ചെയ്ത് നോക്കാം. ഓക്കെ. പിന്നെ അതിൻ്റെ നമ്മൾ ബ്രേക്കൊക്കെ ഒന്ന് ചെക്ക് ചെയ്യാൻ വേണ്ടി അയച്ചാണ്. അപ്പോൾ ബ്രേക്കൊക്കെ ഇരിക്കുന്നതാണ്. ബ്രേക്സൊന്നും ഇല്ലല്ലോ, ഫുള്ളായിട്ട് കഴിഞ്ഞിരിക്കുകയാണ് ബ്രേക്സ്. അപ്പോൾ നമുക്ക് അതിൻ്റെ ബാക്കിൽ ബ്രേക്സ് ഒന്ന് മാറ്റണം. അതുപോലെ ചെയിനൊക്കെ അത്യാവശ്യം നല്ല രീതിയിൽ ലൂസാണ്. അപ്പോൾ ചെയിനൊന്ന് ഈ കണ്ടീഷനിലൊന്ന് വാഷ് ചെയ്തിട്ട് ക്ലീൻ ചെയ്തിട്ട് ചെയിനൊന്ന് യൂസ് ചെയ്ത് രൂപീകരിക്കട്ടെ. ചെയിൻ അത്യാവശ്യം ടൈറ്റ് ചെയ്യാറുണ്ട്. നമുക്ക് ഒന്ന് ഫുള്ളായിട്ട് വാഷ് ചെയ്തിട്ട് ക്ലീൻ ചെയ്തെടുക്കാം. അതുപോലെ അതിൻ്റെ എയർ ഫിൽറ്ററൊക്കെ ചെക്ക് ചെയ്യാൻ വേണ്ടി അയച്ചാണ്. എയർ ഫിൽറ്റർ ഇരിക്കുന്നത് കമ്പനി ഫിൽറ്ററൊന്നുമല്ല. അപ്പോൾ നമുക്ക് എയർ ഫിൽറ്റർ മാറ്റണം. അതുപോലെ അതിൻ്റെ കാർബറേറ്റർ പ്ലഗ്, എയർ ഫിൽറ്ററും പ്ലഗ് നമുക്ക് ഒരുമിച്ചാണ് മാറ്റേണ്ടത്. അതുപോലെ എയർ ഫിൽറ്ററും പ്ലഗ് കൂടി മാറ്റിയിട്ടൊന്ന് റീസെറ്റ് ചെയ്യാം. പിന്നെ വേറെ കംപ്ലൈൻറ്റ് വരുന്നത് വണ്ടിയുടെ സെൽഫ് വർക്കിംഗ് അല്ലായിരുന്നു. സെൽഫ് വർക്കിംഗ് നോക്കുമ്പോൾ അതിൻ്റെ സെൽഫ് മോട്ടറിൻ്റെ കംപ്ലൈൻ്റാണ്. അപ്പോൾ സെൽഫ് മോട്ടറിന് ചെക്ക് ചെയ്യാൻ വേണ്ടി അയച്ചു നോക്കിയതാണ്. ഇതിൽ ഉള്ളിൽ ഫുള്ളായിട്ട് ഓയിൽ അടിച്ചു കയറിയിട്ട് അതിൻ്റെ ഈ മെഷീൻ്റെ ഈ ഭാഗമൊക്കെ പൊട്ടിപ്പോയിരിക്കുകയാണ്. ഈ ആർമേച്ചർ യൂണിറ്റൊക്കെ ഫുള്ളായിട്ട് കംപ്ലൈൻ്റ് ആയിരിക്കുകയാണ്. ഇതിന് റിപ്പയർ ചെയ്തിട്ട് കാര്യമില്ല. റിപ്പയർ ചെയ്ത് കഴിഞ്ഞാലും റെഡി ആവില്ല. അത് സെൽഫ് മോട്ടർ മാറ്റിയാലാണ് സെൽഫ് വർക്കിംഗ് ആവുള്ളൂ. അപ്പോൾ സെൽഫ് മോട്ടർ മാത്രം മാറ്റിയതുകൊണ്ട് നമുക്ക് സെൽഫ് കറക്റ്റായിട്ട് വർക്ക് ചെയ്യണമെന്നില്ല. എന്താ പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ ബാറ്ററി നമ്മൾ ചെക്ക് ചെയ്ത് പോകുന്നുണ്ട്. ബാറ്ററി ഇരിക്കുന്ന ആമറോണിൻ്റെ ബാറ്ററിയാണ്, 2019 മോഡൽ ബാറ്ററിയാണ് ഇരിക്കുന്നത്. അപ്പോൾ നമ്മളതിൻ്റെ വോൾട്ടും കാര്യങ്ങളൊക്കെ ചെക്ക് ചെയ്ത് നോക്കുക. വോൾട്ടൊക്കെ ചെക്ക് ചെയ്ത് നോക്കുമ്പോൾ അവിടെ 12.34 വോൾട്ട് കാണിക്കുന്നുണ്ട്. ടെസ്റ്റിലേക്ക് കൊടുക്കുമ്പോൾ ബാറ്ററി ഡാമേജ് ഉണ്ടോ എന്ന് ചെക്ക് ചെയ്ത് നോക്കുമ്പോൾ ബാറ്ററി കംപ്ലൈൻ്റ് ആയിട്ടാണ് കാണിക്കുന്നത്. ബാറ്ററി കംപ്ലൈൻ്റ് ആണ്. അപ്പോൾ സെൽഫ് കറക്റ്റായിട്ട് വർക്ക് ചെയ്തെങ്കിൽ നമുക്ക് ആ ബാറ്ററി മോട്ടറും രണ്ടും ഒരുമിച്ച് മാറ്റി കഴിഞ്ഞാലാണ് സെൽഫിൻ്റെ കാര്യം ക്ലിയർ ആവുള്ളൂ. നമുക്ക് എഞ്ചിൻ ഓയിൽ മാറ്റാൻ വേണ്ടി വെച്ചിട്ടുണ്ട്. എഞ്ചിൻ അത്യാവശ്യം ലെവൽ കുറവുണ്ട്, അത്യാവശ്യം നല്ല മോശമായിരുന്നു. എഞ്ചിൻ ഓയിൽ കൂടി നമ്മളൊന്ന് മാറ്റിയിട്ടുണ്ട്. നമ്മൾ ഫ്രണ്ടിലോട്ട് വന്നു കഴിഞ്ഞാൽ ഫ്രണ്ട് ബ്രേക്ക് നമുക്ക് പിടിക്കുമ്പോൾ ഒരു ഇത്രയ്ക്ക് സുഖം തോന്നുന്നില്ല. എന്താ പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ ഡിസ്കിൻ്റെ പാഡ് കണ്ടോ ഫുള്ളായിട്ട് തേഞ്ഞിരിക്കുകയാണ്. നമുക്ക് ഈ ഡിസ്ക് പാഡ് മാറ്റണം. അതുപോലെ തന്നെ ബ്രേക്ക് പിടിക്കുമ്പോൾ തന്നെ അറിയാം, ഒരു ചതഞ്ഞ ബ്രേക്ക് പോലെയാണ് നമുക്ക് ഫീൽ ചെയ്യുന്നത് ഫ്രണ്ടിലെ ബ്രേക്ക്. ഇതിൻ്റെ കംപ്ലൈൻറ്റ് പറഞ്ഞാൽ ഈ ഒരു യൂണിറ്റിൻ്റെ കംപ്ലൈൻറ്റാണ്. MC കിറ്റ് പറയും, മാസ്റ്റർ സിലിണ്ടർ കിറ്റ് എന്നൊക്കെ പറയും. ഈ ഒരു യൂണിറ്റിൻ്റെ കംപ്ലൈൻറ്റാണ്. അത് മാറ്റി അതിൻ്റെ ഡിസ്ക് പാഡും മാറ്റി ഡിസ്കിൻ്റെ ഈ കാലിപ്പർ യൂണിറ്റ് ഫുള്ളായിട്ടൊന്ന് അയച്ച് റീസെറ്റ് ആക്കേണ്ടി വരും. എന്നാലാണ് ആ ഡിസ്കിൻ്റെ കേസും ക്ലിയർ ആവുള്ളൂ. പിന്നെ വേറെ നമുക്ക് വണ്ടി ഓടിച്ചു നോക്കാൻ പറ്റിയിട്ടില്ല. പിന്നെ ഓടിച്ചു നോക്കി കഴിഞ്ഞാലാണ് വേറെ എഞ്ചിൻ സംബന്ധമായിട്ടുള്ള സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാലാണ് എഞ്ചിൻ സംബന്ധമായിട്ട് എന്തെങ്കിലും കംപ്ലൈൻറ്റ് ഉണ്ടോ എന്നുള്ളത് നമുക്ക് അറിയുള്ളൂ. അപ്പോൾ ഇത് ഏത് രീതിയിലാണ് ചെയ്യേണ്ടത് നോക്കിയിട്ടൊന്ന് പറയാം കേട്ടോ. അപ്പോൾ എന്നിട്ട് നമുക്ക് നോക്കിയിട്ടൊരു എസ്റ്റിമേറ്റ് പറയാം. അത്യാവശ്യം നല്ല രീതിയിൽ വർക്ക് ഉണ്ട് ഒറ്റയ്ക്ക്. അത്യാവശ്യം മാറ്റി റീപ്ലേസ് ചെയ്യുന്ന സാധനങ്ങളാണ് ബാറ്ററി, സെൽഫ് മോട്ടർ, അതുപോലെ കാർബറേറ്റർ ചെയ്ത് ക്ലീൻ ചെയ്ത് നോക്കാനും മാത്രം. നോക്കിയിട്ടൊന്ന് പറയണേ, നോക്കിയിട്ടൊന്ന് റിപ്ലൈ ഇട്ടാൽ മതി. ഇപ്പോൾ നമുക്ക് അതിൻ്റെ ഒരു എസ്റ്റിമേറ്റിൽ നമ്മൾ പറയാം. ഓക്കെ.